അരിഷ്ടങ്ങളുടെ നിറം, അതിൻ്റെ സ്വാദ്, ഗന്ധം, അതിനു പുറമെ ലാബറട്ടറി പരിശോധന, അതിലെ ആൽക്കഹോൾ കണ്ടന്റ്, ടോട്ടൽ സോളിഡ്സ്, സ്പെസിഫിക് ഗ്രാവിറ്റി എന്നിവയെല്ലാം വളരെ കൃത്യമായി നിർണ്ണയിക്കാറുണ്ട്. 5 മുതൽ 12% വരെ മാത്രമേ പാടുള്ളൂ എന്ന് സർക്കാർ നിർദ്ദേശങ്ങളുണ്ട്. സ്വയം നിർമ്മിത ആൽക്കഹോളാണ് അരിഷ്ടങ്ങൾ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഔഷധമാണ് ചൂർണങ്ങൾ. ചൂർണങ്ങൾ തന്നെ അതിൻ്റെ ലോസ് ഓൺ ഡ്രൈയിങ്, ആഷ് വാല്യൂ, ആസിഡ് ഇൻസോൾബിൾ ആഷ്, ആൽക്കഹോൾ എക്സ്ട്രാക്റ്റീവ് എന്നിവയൊക്കെ ലാബറട്ടറിയിലൂടെ പരിശോധിക്കുന്നതിലൂടെ അതിൻ്റെ ഗുണനിലവാരം ഉത്തമമാണ് എന്ന് ഉറപ്പുവരുത്താൻ സാധിക്കും. സാധാരണ ചൂർണങ്ങൾക്കൊക്കെ അതിൻ്റെ കാലാവധി 2 കൊല്ലമേ ഉള്ളൂ. അത് കൃത്യമായ പാക്കിംഗ് ഉണ്ടെങ്കിൽ 2 കൊല്ലം വളരെ കൃത്യമായി അതിൻ്റെ ഗുണനിലവാരം കാത്തുസൂക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ആയുർവേദ ഔഷധങ്ങളുടെ ലേബിൾ നോക്കിയാൽ അതിൽ അടങ്ങിയിട്ടുള്ള ഔഷധങ്ങളുടെ എല്ലാ ഘടകങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്നതായി കാണാം. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആയുഷ് ഈയിടെ പുറപ്പെടുവിച്ചിട്ടുള്ള നിയമപ്രകാരം അതിൻ്റെ പ്രയോജനം, ഔഷധത്തിൻ്റെ ഏത് ഭാഗമാണ് ഉപയോഗിക്കുന്നത് എന്നിവയെല്ലാം കൃത്യമായി രേഖപ്പെടുത്തണമെന്ന് മാത്രമല്ല, ഇതിൻ്റെ കാലാവധി എത്ര കൊല്ലം നിലനിൽക്കും, എക്സ്പയറി ഡേറ്റ് എന്നിവയെല്ലാം 2010 മുതൽ തന്നെ എക്സ്പയറി ഡേറ്റ് ആയുർവേദ ഔഷധങ്ങളിൽ ലേബലുകളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും എങ്ങനെയൊക്കെ ഗുണനിലവാരം ഉറപ്പുവരുത്താനുണ്ടോ അതൊക്കെ ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ് ക്വാളിറ്റി അഷുറൻസിൽ വരുന്നത്. ആയുർവേദ ഔഷധ നിർമ്മാണത്തിന് നിരവധി നൂതന യന്ത്രങ്ങൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ടാബ്ലറ്റ് നിർമ്മാണത്തിനായി ഗ്രാനുലേറ്റർ, പഞ്ചിങ് മെഷീൻ, ബ്ലിസ്റ്റർ പാക്കിംഗ് മെഷീൻ, അതുപോലെ തന്നെ മരുന്നുകൾ ചതയ്ക്കുന്നതിനും ഇടിക്കുന്നതിനും നീരെടുക്കുന്നതിനുമായി നിരവധി യന്ത്രങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. മരുന്നുകൾ, പച്ചമരുന്നുകൾ ഉണക്കുവാൻ വേണ്ടി ഡ്രയറുകൾ, നീരെടുക്കുവാൻ വേണ്ടി ജ്യൂസ് എക്സ്പെല്ലറുകൾ എന്നിങ്ങനെ നിരവധി യന്ത്രോപകരണങ്ങളുടെ സഹായത്തോടുകൂടിയാണ് ഇന്നത്തെ ആയുർവേദ ഔഷധ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ രസൌഷധങ്ങൾ നിർമ്മിച്ചിരുന്നത് ചാണകവരളി ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിരുന്നത്. അത് ഇന്ന് ഓപ്പൺ ഹാർത്ത് ഫർണസും മഫിൾ ഫർണസും ഉപയോഗിച്ച് ഭസ്മം നിർമ്മിക്കുമ്പോൾ അതിൻ്റെ ഗുണനിലവാരത്തിൽ വളരെയധികം മുമ്പോട്ട് പോയിരിക്കുന്നുവെന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. ആയുർവേദ ഔഷധ നിർമ്മാണ രംഗം എപ്പോഴും ബോട്ടണിയുടെയും കെമിസ്ട്രിയുടെയും ബയോടെക്നോളജിയുടെയും ആധുനിക ഫാർമസ്യൂട്ടിക്കൽ സയൻസിൻ്റെയും നൂതനമായിട്ടുള്ള ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. ലെഡ്, മെർക്കുറി, കാഡ്മിയം, ആഴ്സനിക് എന്നിവ പരിധിക്കുള്ളിൽ ആണ് എന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. ഈയിടെ മാധ്യമങ്ങളിൽ വളരെ വിവാദമായിട്ടുള്ള ഒന്നാണ് ഭക്ഷണങ്ങളിലും ഔഷധങ്ങളിലും ഘനലോഹാംശത്തിൻ്റെ പരിധിക്ക് പുറത്ത് വരുന്ന ഒരു അവസ്ഥ. ആയുർവേദ ഔഷധങ്ങളിലെ ഘനലോഹാംശം കൃത്യമായി പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഒരു യന്ത്രോപകരണമാണ് അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോഫോട്ടോമീറ്റർ. ഇങ്ങനെ നിരവധി ആധുനിക യന്ത്രോപകരണങ്ങളുടെ സഹായത്തോടുകൂടിയാണ് ആയുർവേദ ഔഷധ നിർമ്മാണ രംഗം പുരോഗമിക്കുന്നത്. ആയുസ്സിന്റെ ശാസ്ത്രത്തിന് ആഗോളതലത്തിൽ അംഗീകാരവും പ്രസക്തിയും സ്വീകാര്യതയും വർദ്ധിക്കുന്നതിന് ഇത്തരത്തിലുള്ള നൂതന പരീക്ഷണങ്ങൾ അനിവാര്യമാണ്. ആയുർവേദത്തിന്റെ ചരിത്രം എവിടെ തുടങ്ങുന്നു, അതിന്റെ പ്രസക്തി എത്രത്തോളമാണ്? ഇതിനെക്കുറിച്ച് അറിയുവാൻ തീർച്ചയായും മറക്കാതെ കാണുക. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം ആര്യവൈദ്യശാല കോട്ടയ്ക്കൽ ആയുരാരോഗ്യ സൗഖ്യം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക.